ഗുഡ് ഈവനിങ് ട്രേഡേഴ്സ്. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. അങ്ങനെ ഇന്ന് എല്ലാ ആൾക്കാരും കാത്തിരുന്ന ട്രേഡേഴ്സ് എല്ലാ ആൾക്കാരും ഉറ്റുനോക്കിയ RBIയുടെ മോണിറ്ററി പോളിസി മീറ്റിംഗ് വന്നു. ഗ്ലോബൽ ക്യൂസ് കൊണ്ട് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ കാരണം ഇസ്രായേൽ ഇറാൻ ഇഷ്യൂ കാരണം അതിതീവ്രമായിട്ട് ഇടിഞ്ഞ US മാർക്കറ്റ് ആണ് ഒരു ഭാഗത്ത് നമുക്കുണ്ടായിരുന്നത്. അത് നമ്മൾ റെസ്പെക്റ്റ് ചെയ്തു. നമ്മൾ ഗ്യാപ്പ് ഡൗണിൽ തന്നെ ഓപ്പൺ ചെയ്തു. എന്നാൽ RBI മോണിറ്ററി പോളിസി ഉണ്ട് എന്നുള്ള കാരണം കൊണ്ട് ആ ഒരു കാര്യത്തെ അപ്പാടെ നമ്മുടെ മാർക്കറ്റ് അവഗണിച്ചു. അതിനുശേഷം മോണിറ്ററി പോളിസിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. മോണിറ്ററി പോളിസിയിലെ തീരുമാനങ്ങൾ വന്നപ്പോൾ അത്ര ഗംഭീരമായിട്ടുള്ള തീരുമാനമാണോ എന്ന് ചോദിച്ചാൽ ഗംഭീരമായിട്ടുള്ള തീരുമാനം തന്നെയാണ്. തുടർച്ചയായിട്ട് ഇപ്പോൾ 7ാമത്തെ തവണ നമ്മൾ റിപ്പോ റേറ്റുകൾ അൺചേഞ്ചായിട്ട് നിലനിർത്തിയിട്ടുണ്ട്. അത് മാർക്കറ്റിന് വളരെയധികം ഗുണകരമാണ്. പക്ഷേ ഈ തവണ ഇലക്ഷന് മുമ്പ് ആയതുകൊണ്ട് റേറ്റ് കട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് കുറച്ച് നിരാശ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് മാർക്കറ്റ് അവസാനം കൺസോൾഡേറ്റ് ചെയ്ത് നിന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് വരുമ്പോൾ ഗ്യാപ്പ് ഡൗൺ റെസ്പെക്റ്റ് ചെയ്തു. 22,425 സപ്പോർട്ട് എടുത്തതിന് ശേഷം നിഫ്റ്റി പതിയെ മുകളിലേക്ക് പോയി. നിഫ്റ്റി ഇന്ന് ഫ്ലാറ്റായിരുന്നു, സെൻസെക്സ് ഫ്ലാറ്റായിരുന്നു. എന്നാൽ ബാങ്ക് നിഫ്റ്റി 432 പോയിൻറ്റിൻ്റെ അതിശക്തമായിട്ടുള്ളൊരു റാലി രേഖപ്പെടുത്തി. ബാങ്കിലെ കൊടാക് ബാങ്ക്, SBI, കൊടാക് മഹേന്ദ്ര ബാങ്ക് 2% റാലി, SBIയും HDFC ബാങ്ക് 1.4% റാലി. HDFC, ബജാജ് ഫിൻസർവും ITCയും റാലി രേഖപ്പെടുത്തി. അൾട്രാടെക് സിമെൻറ്റ്, ഗ്രാസിം, ബജാജ് ഓട്ടോ, ബജാജ് ഫിനാൻസ്, L&T തുടങ്ങിയ കമ്പനീസാണ് ഫോൾ ആയിട്ടുള്ളൂ. അതിതീവ്രമായിട്ടുള്ള ഫോളൊന്നുമില്ല. സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് മാത്രമാണ് ഇന്ന് നടന്നിട്ടുള്ളൂ. ഇന്ന് പ്രധാനപ്പെട്ടിട്ടുള്ള ന്യൂസുകൾ നമുക്ക് പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ, തുടർച്ചയായിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് അൺചേഞ്ചായിട്ട് 7ാമത്തെ തവണ RBI നിലനിർത്തി എന്നുള്ളതാണ്. ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഗവർണറിൻ്റെ സ്പീച്ച് ഉണ്ടായിരുന്നു, ലൈവ് യൂട്യൂബിൽ സ്പീച്ച് ഉണ്ടായിരുന്നു. അത് മുഴുവൻ കണ്ട ആളുകൾക്ക് അറിയാം. ഒരുപാട് പോസിറ്റീവായിട്ടുള്ള രീതിയിലാണ്. എസ്പെഷ്യലി GDP എല്ലാം തന്നെ 7% ഫോർകാസ്റ്റ് നിലനിർത്തിയിട്ടുണ്ട്. ഈ ഒരു റിപ്പോ നിരക്ക് അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് മാറ്റമില്ലാത്ത നിലനിർത്തിയത് റിയൽ എസ്റ്റേറ്റ് കമ്പനികൾക്ക് വളരെയധികം ഗുണകരമായിട്ടുണ്ട്. റിയൽ എസ്റ്റേറ്റ് സെക്ടർ തന്നെയാണെന്ന് ശക്തമായിട്ടുള്ളൊരു റാലി രേഖപ്പെടുത്തിയിട്ട് സ്റ്റോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ബാംഗ്ലൂർ കേന്ദ്രമായിട്ടുള്ള പുറവങ്കര, കൊച്ചിയിലും അവർക്ക് ഫ്ലാറ്റുകളുണ്ട്, 6% റാലി രേഖപ്പെടുത്തി. ഗോദ്രേജ് പ്രോപ്പർട്ടീസ് അവർ റാലി രേഖപ്പെടുത്തി. അതുപോലെ തന്നെ മറ്റുള്ള റിയാലിറ്റി മേഖലയുള്ള കമ്പനീസ് റാലി രേഖപ്പെടുത്തി. നിഫ്റ്റിയും സെൻസെക്സും ഫ്ലാറ്റാണ് ഉണ്ടായിരുന്നത്. എന്നാൽ മിഡ് ക്യാപ്പ് 7 മന്ത് ഹൈയിലാണ് ഉള്ളത്. മിഡ് ക്യാപ്പ് കണ്ടിന്യൂസ്ലി റാലി രേഖപ്പെടുത്താണ്. ബാങ്ക് നിഫ്റ്റി 2% ഗെയിൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. HDFC ബാങ്ക് എല്ലാം തന്നെ വീക്കിലി ഹൈ ആണ് ഉള്ളത്. IPOയിലേക്ക് വരുമ്പോൾ ഭാരത് ഹെക്സാക്കോൺ IPO ഇന്ന് ക്ലോസ് ആയിട്ടുണ്ട്. എയർടെലിൻ്റെ പാരൻറ്റ് കമ്പനിയാണ്. നല്ല ഡീസൻ്റ് ആയിട്ടുള്ളൊരു റെസ്പോൺസ് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടുണ്ട്. ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര 15% ഇവരുടെ ഡെപ്പോസിറ്റ് ഗ്രോത്ത് ഉയർത്തിയിട്ടുണ്ട്. ആവാസ് ഫിനാൻസ് കമ്പനി 9% ഒരു റാലി ഇന്ന് കിട്ടിയിട്ടുണ്ട്. മികച്ച ഒരു Q4 ലോൺ ഡിസ്ട്രിബ്യൂഷൻ എല്ലാം തന്നെ അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആവാസ് ഫിനാൻസ് എല്ലാം തന്നെ 200-day DMA ആണുള്ളത്. ഒരുപാട് ക്രൈറ്റീരിയാസ് ഉണ്ട്. 200 DMA നമുക്ക് പിക്കൗട്ട് ചെയ്യാൻ സാധിക്കും സ്റ്റോക്കിന്. അതിനെപ്പറ്റി ഒരു വീഡിയോ നാളെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ശ്രമിക്കാം. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നമ്മൾ കടക്കാണ്. അതിന് മുമ്പ് ഒരു ആളുടെ അടുത്ത് ക്ഷമ വഹിക്കാനുണ്ട്. ഇന്ന് കൊച്ചിയിൽ ഒരു ടെക്സ്റ്റൈലിൽ വെച്ച് നമ്മളൊരു സബ്സ്ക്രൈബറിനെ മീറ്റ് ചെയ്തു. എനിക്ക് കൂടുതൽ സംസാരിക്കാൻ പറ്റിയില്ല, ഞാൻ ഫോണിലായിരുന്നു. അപ്പോൾ നമ്മൾ സ്ഥിരം കാണുന്ന ആളാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ സംസാരിക്കാൻ പറ്റിയില്ല, ക്ഷമിക്കുക. ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ആദ്യമായിട്ട് ഗ്ലോബൽ മാർക്കറ്റിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഏഷ്യൻ മാർക്കറ്റ് വളരെ സീവിയറായിട്ട് ഫോളോ ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഗ്ലോബൽ മാർക്കറ്റ് കാണിക്കുന്നില്ല, പ്രീമിയം മാർക്കറ്റിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഏഷ്യനിൽ നിക്കി ജപ്പാൻ മാർക്കറ്റ് കാണാം, ഏറ്റവും താഴേന്ന് 3ാമത് 800 പോയിൻ്റ്, അഥവാ 2% ഇടിവ് രേഖപ്പെടുത്തി. ബിറ്റ്കോയിൻ ഫോളോ ആയിട്ടുണ്ട്, അതിനുശേഷം റിക്കവറി നടത്തി. എന്നാൽ ഡോ ഫ്യൂച്ചർ തിരികെ എത്തിയിട്ടുണ്ട്. 96 പോയിൻറ്റ് പ്ലസിലാണ് ഇപ്പോൾ ഡോ ഫ്യൂച്ചർ ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ ശക്തമായ രീതിയിൽ 250 പോയിൻ്റ് ഫോൾ ഉണ്ടാക്കിയ ഡോ ഫ്യൂച്ചറാണ്. ശക്തമായ രീതിയിൽ തിരികെ വരുന്നുണ്ട്. നിലവിൽ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം ഉണ്ട്. അപ്പോൾ അതിനോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലും ഇറാനും തമ്മിൽ ഈ ഒരു പുതിയ ഇഷ്യൂവും മറ്റുള്ള കാര്യങ്ങളെല്ലാം തന്നെ വന്നിരിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ള ന്യൂസ് ചാനലിലൂടെ കണ്ടെത്താനും അറിയാനും ശ്രമിക്കുക. നമ്മൾ ഈ ഒരു ചാനലിലൊക്കെ അത് ഡിസ്കസ് ചെയ്യാനും പരിമിതികളുണ്ട്.
അപ്പോൾ എനിവേ അപ്പോൾ അങ്ങനെയുള്ള ടെൻഷൻ കാര്യങ്ങളെല്ലാം തന്നെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അത് ഓൾറെഡി റിയാക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്കത് അതിനൊരു പോസിറ്റീവായിട്ട് കാണാൻ സാധിക്കുക. അതായത് ഇന്നലെയാണ് ആ ഒരു ഇഷ്യൂ ഉണ്ടായത്. ഗ്ലോബൽ മാർക്കറ്റ് ഫോൾ ആയിട്ടുണ്ട്. ഇന്ത്യൻ മാർക്കറ്റും ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്തു. നിലവിലത് ന്യൂട്രലായി. ആ ഒരു അവസ്ഥ ന്യൂട്രലായി. ഇനി അതിൽ നിന്ന് ഫർദറായിട്ട് ഒരു സീവിയർ ആയിട്ടുള്ള ഒരു വേർസ്റ്റ് കേസ് സിനാരിയോയിലേക്ക് കാര്യങ്ങൾ പോകുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് കൂടുതൽ പേടിക്കേണ്ടതായിട്ടുള്ളത്. പക്ഷേ അത് കാരണം ഗോൾഡിൻ്റെ എല്ലാം തന്നെ വില അതിശക്തമായിട്ട് ഉയർന്ന് $2291 ഉള്ളത്. നമ്മൾ ഈ ഒരു ന്യൂസ് ചാനൽ കാണുന്ന ആളുകൾക്ക് അറിയാം, അല്ലെങ്കിൽ ഗോൾഡിനെ ട്രാക്ക് ചെയ്യുന്ന ആളുകൾക്ക് അറിയാം, ഗോൾഡ് എല്ലാം തന്നെ 1970 തന്നെ നമ്മൾ ആ സമയങ്ങളിൽ ഒരുപാട് SGBs എല്ലാം തന്നെ തുടരെ അവൈലബിൾ ആയിരുന്നു. അതെല്ലാം തന്നെ വാങ്ങാനുള്ള ഒരു സമയവും നമുക്കുണ്ടായിരുന്നു. സോവറിൻ ഗോൾഡ് ബോണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഗോൾഡ് എന്തുകൊണ്ടാണ് നമ്മൾ ട്രാക്ക് ചെയ്തത്? നമ്മൾ മലയാളികൾക്ക് ഗോൾഡ് എന്ന് പറയുന്നത് വളരെയധികം ഇമോഷണലി അറ്റാച്ച് ആയിട്ടുള്ള സംഗതി മാത്രമാണ്. പക്ഷേ അത് മാത്രമല്ല, ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ ഗോൾഡ് അതിശക്തമായിട്ട് മുകളിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ ഡിപ്പിൽ വാങ്ങണം എന്നുള്ളൊരു കാര്യമാണ്. മറ്റേ എന്ത് അസറ്റ് ക്ലാസ് പോലെ ഇതും ഡിപ്പിൽ വാങ്ങണം എന്നുള്ളതാണ്. പക്ഷേ ഗോൾഡിനെ സംബന്ധിച്ച് ഈ ഡിപ്പ് എന്ന് പറഞ്ഞ അവസ്ഥ ഒരുപാട് നാൾ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കും. അപ്പോൾ നമുക്ക് വാങ്ങിക്കാനുള്ള അവസരം ഒരുപാട് ദിവസങ്ങളുണ്ടാവും. ഒരു സ്റ്റോക്ക് പെട്ടെന്ന് ഡിപ്പിൽ വന്ന് പെട്ടെന്ന് ശക്തമായ റാലി രേഖപ്പെടുത്തും പോലെയല്ല ഗോൾഡിൻ്റെ അവസ്ഥ. ഗോൾഡ് ഒരുപാട് നാൾ കൺസോളിഡേറ്റ് ചെയ്ത് നിൽക്കും. ഈവൻ ബിറ്റ്കോയിനും അതുപോലെ തന്നെയായിരുന്നു. ഒരു 20,000 റേഞ്ചിലൊക്കെ ഒരുപാട് കൺസോളിഡേറ്റ് ചെയ്ത് നിന്നതിന് ശേഷമാണ് ഇപ്പോൾ ബിറ്റ്കോയിൻ നമ്മൾ കാണുന്ന 70,000 ഒക്കെ കവർ ചെയ്തിട്ടുള്ളത്. എനിവേ ഗോൾഡിനെ സംബന്ധിച്ചും SGBനെ സംബന്ധിച്ചും നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനിയും വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം. 2 ദിവസം അവധി എല്ലാ ആൾക്കാരും ആഘോഷിക്കുക. താങ്ക് യു ഓൾ.